നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന സെക്ഷൻ ആണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സെക്കൻഡ് പോർഷൻ ആണ് പണത്തിന്റെ പ്രധാനം നിയന്ത്രിക്കുന്നതിനുള്ള നയ ഉപാധികൾ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ. അപ്പൊ ആദ്യത്തെ സെക്ഷൻ കണ്ടിട്ടില്ലാത്തവര് ഞാൻ ടെലഗ്രാം ചാനലിൽ ഫസ്റ്റ് സെക്ഷന്റെ ആ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നു തന്നെ പഠിക്കാമോ ഇല്ലയോ എന്ന്. അപ്പൊ കുറെ പേര് പറഞ്ഞു തനിയെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന്. അതുകൊണ്ട് ഇന്ന് അതിന്റെ ബാക്കിയായിട്ട് പറയുകയാണ്. പിന്നീട് ഞാൻ പറഞ്ഞിട്ടുണ്ട് NCERT-യിലെ മണി ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കണമെന്ന്. അത് നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോളൂ. അതായത് എളുപ്പം പഠിച്ചു പോകണമെന്നുള്ളവർ തുടങ്ങിക്കോളൂ. ഞാൻ പുറകിനായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ക്ലാസ്. അത് ഒരിക്കലും നിങ്ങൾ വിടരുത്. 10ാം ക്ലാസ്സിലെ NCERT ചാപ്റ്റർ മണി ആൻഡ് ക്രെഡിറ്റ്, അതുപോലെ തന്നെ മണി ആൻഡ് ബാങ്കിങ്, മാക്രോ എക്കണോമിക്സിനകത്ത് ഈ ചാപ്റ്റർ, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ബഡ്ജറ്റ്, ഇത് കഴിഞ്ഞുള്ള അടുത്ത ചാപ്റ്റർ, അടുത്ത ചാപ്റ്റർ, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് തുടങ്ങാം. പണത്തിന്റെ പ്രധാനം നിയന്ത്രിക്കുന്നതിനുള്ള നയ ഉപാധികൾ. ഈ ഒരു സെക്ഷനിൽ നിന്നും ഇപ്പൊ എല്ലാ PSC ക്വസ്റ്റ്യൻസിനകത്തും ഒരു ചോദ്യമുണ്ട്. അതായത് ഒന്നുകിൽ റിപ്പോ റേറ്റ് അല്ലെങ്കിൽ റിവേഴ്സ് റിപ്പോ റേറ്റ്, അതല്ല എന്നുണ്ടെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനെ പറ്റിയിട്ട് സ്ഥിരം ഒരു ചോദ്യമുണ്ട്. അപ്പൊ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു സെക്ഷൻ ഞാൻ പറയും. ബാക്കിയുള്ള കാര്യങ്ങൾക്കകത്തൊന്നും വേണ്ട പോയിന്റ്സ്, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് എടുത്തിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ പറയും. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും മലയാളം ആവുന്ന സമയത്ത് ഒരുപാട് കാര്യം അവർ വാരി വലിച്ചു കൊടുത്തിട്ടുണ്ട്. സോ അതെല്ലാം നമുക്ക് വേണ്ട പോയിന്റ്സ് മാത്രം പറയുമ്പോൾ ഒന്ന് നോട്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ പുസ്തകം വായിക്കേണ്ടവർക്ക് വായിക്കാം. അപ്പൊ നോക്കുക, പണത്തിന്റെ പ്രധാനം നിയന്ത്രിക്കുന്നതിനുള്ള നയ ഉപാധികൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. നോക്കിക്കോളൂ. കറൻസി അച്ചടിച്ചിറക്കാൻ അധികാരമുള്ള ഒരേ ഒരു സ്ഥാപനമേ ഉള്ളൂ. അതാരാണ്? റിസർവ് ബാങ്ക് ആണ് അല്ലെ. കറൻസി അച്ചടിച്ചിറക്കാൻ അധികാരമുള്ള ഒരേ ഒരു സ്ഥാപനമേ ഉള്ളൂ. അത് റിസർവ് ബാങ്ക് ആണ്. വാണിജ്യ ബാങ്കുകൾക്ക് കൂടുതൽ വായ്പ നൽകുന്നതിന് കൂടുതൽ ഫണ്ട് ആവശ്യമായി വരുമ്പോൾ അവർ വിപണിയെയോ കേന്ദ്ര ബാങ്കിനെയോ ആയിട്ട് ആശ്രയിക്കും. എന്താണ്? ഇപ്പൊ വാണിജ്യ ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്കിന് വായ്പ കൊടുക്കാൻ കൂടുതലായിട്ട് പൈസ വേണം. അപ്പൊ ആരെയൊക്കെയാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? വാണിജ്യ ബാങ്ക് അഥവാ കൊമേഴ്ഷ്യൽ ബാങ്ക് ഒന്നുകിൽ റിസർവ് ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യും, റിസർവ് ബാങ്കിൽ നിന്നും പൈസ ചോദിക്കും. അല്ലെങ്കിൽ അവർ ആരെയാണ്? വിപണിയെ, മാർക്കറ്റിനോട് പൈസ ചോദിക്കും. കേന്ദ്ര ബാങ്ക് നിരവധി ഉപാധികളിലൂടെ ആർക്ക് ഫണ്ട് കൊടുക്കും? കൊമേഴ്ഷ്യൽ ബാങ്കിന് ഫണ്ട് കൊടുക്കും. വാണിജ്യ ബാങ്കുകൾക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ വായ്പ നൽകുക എന്നത് കേന്ദ്ര ബാങ്കിന്റെ പ്രധാനപ്പെട്ട ചുമതലയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിനാൽ കേന്ദ്ര ബാങ്കിനെ കടം നൽകാനുള്ള അവസാനത്തെ അഭയസ്ഥാനമായിട്ട് വിശേഷിപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, കടം നൽകാനുള്ള അവസാനത്തെ അഭയസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? റിസർവ് ബാങ്കിനെയാണ്. ഇനി നോക്കാം, റിസർവ് ബാങ്ക് സമ്പദ്ഘടനയിലെ പണത്തിന്റെ പ്രധാനം വിവിധ രീതിയിൽ നിയന്ത്രിക്കുന്നു. ചോദ്യം അവിടെ നിന്നാണ് വരുന്നത്. ഇതിനായി ഉപയോഗിക്കുന്ന ഉപാധികൾ ഗുണപരമായതോ അളവുപരമായതോ ആയിരിക്കും. അളവുപരമായ ഉപാധികൾ പണത്തിന്റെ പ്രധാനത്തെ കരുതൽ ധനാനുപാതം, ബാങ്ക് നിരക്ക്, തുറന്ന കമ്പോള നടപടികൾ എന്നിവ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്നു. അപ്പൊ എന്താ പറഞ്ഞത്? അതായത് പണത്തിന്റെ പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സൊസൈറ്റിയിലേക്ക് എത്രത്തോളം പൈസ ഒഴുകണം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം പൈസയുടെ ട്രാൻസാക്ഷൻസ് നടക്കേണ്ടത്, ഇതിന് റിസർവ് ബാങ്കിന് ഒരു പിടുത്തമുണ്ട്. അതായത് ഒരുപാട് പൈസ വരാനും പാടില്ല, എന്നാൽ പൈസയ്ക്ക് ഷോർട്ടേജ് ഉണ്ടാവാനും പാടില്ല. ഇതിനായിട്ട് റിസർവ് ബാങ്കിന് കുറച്ച് ഉപാധികളുണ്ട്. ആ ഉപാധികളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഗുണപരമായിട്ട്, നമ്മൾ ക്വാളിറ്റി വൈസ് എന്ന് പറയും, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി വൈസ് എന്ന് പറയും, അളവുപരമായിട്ടുള്ളതോ ആയിരിക്കും. ഈ ക്വാണ്ടിറ്റി വൈസ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ഒന്ന് CRR, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, കരുതൽ ധനാനുപാതം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കരുതി വെക്കുക അല്ലെ. ബാങ്ക് ഒരു പെർസെൻറ്റേജ്, അതായത് 100 രൂപ ഒരു ബാങ്കിന് കിട്ടുവാണെങ്കിൽ അതിന്റെ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് അവര് റിസർവ് ബാങ്കിൽ കരുതൽ നിക്ഷേപമായിട്ട് നിക്ഷേപിക്കണം. അതിനെയാണ് നമ്മൾ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. അത് ഒരു ഉപാധിയാണ്. എന്ത് നിയന്ത്രിക്കാൻ? അതായത് നമ്മുടെ പണത്തിന്റെ പ്രധാനം നിയന്ത്രിക്കാനുള്ള റിസർവ് ബാങ്കിന്റെ ഒരു ഉപാധിയാണ് എന്തെന്ന് പറയുന്നത്? CRR എന്ന് പറയുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കുക. CRR ഒരു നയ ഉപാധിയാണെന്ന് നമുക്ക് പറയാം. ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തതാണ്. ബാങ്കിന്റെ നിരക്ക്, അത് രണ്ടാമത്തെ ഉപാധി. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് തുറന്ന കമ്പോള നടപടികൾ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഇത് മൂന്നെണ്ണം എന്താണ്? റിസർവ് ബാങ്ക് ഇറക്കിയിരിക്കുന്ന പണത്തിന്റെ പ്രധാനം നിയന്ത്രിക്കാനുള്ള ഉപാധികളാണ്. ഏത് രീതിയിലുള്ളതാണ്? അളവുപരമായിട്ടുള്ളത്.
ഇനി ഗുണപരമായ ഉപാധികളിൽ വാണിജ്യ ബാങ്കുകളുടെ വായ്പ പ്രോത്സാഹിപ്പിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യുന്നതിനുള്ള ധാർമ്മിക അനുനയം, മാർജിൻ റിക്വയർമെന്റ് തുടങ്ങിയ പ്രേരണാ ഘടകങ്ങൾ ഉൾപ്പെടും. അപ്പൊ ഇനി ഗുണപരമായ ഉപാധികളിൽ എന്തൊക്കെയുണ്ട്? വാണിജ്യ ബാങ്കുകളുടെ വായ്പ പ്രോത്സാഹിപ്പിക്കും. ഒന്നുകിൽ പറയും നിങ്ങൾ വായ്പ ഒത്തിരി കൊടുത്തോളാൻ പറയും, അല്ലെങ്കിൽ പറയും വേണ്ട വായ്പ കൊടുക്കാൻ വരട്ടെ, ഒന്ന് നിർത്തിവെക്കാൻ പറയും. അതിനുള്ള ധാർമ്മികമായിട്ടുള്ള ഒരു അനുനയം, അത് ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റേറ്റീവ് ഉപാധിയാണ്. ഇപ്പൊ റിസർവ് ബാങ്ക് ചില സമയത്ത്, അതായത് നമ്മൾ ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും ഒക്കെ വരില്ലേ, അങ്ങനെ വരുന്ന സമയത്ത് ഒന്നെങ്കിൽ പറയും നിങ്ങൾ വായ്പ കൊടുക്കാൻ, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കിനോട് പറയും നിങ്ങൾ അധികം വായ്പയൊന്നും കൊടുക്കണ്ടെന്ന്. അതുപോലെ മാർജിൻ റിക്വയർമെന്റ് നോട്ട് ചെയ്ത് പഠിക്കുക. മാർജിൻ റിക്വയർമെന്റ് ഇതും എന്താണ്? ഇതും ഒരു ഉപാധിയാണ്. എന്ത്? പണത്തിന്റെ പ്രധാനം നിയന്ത്രിക്കാനുള്ള ഉപാധിയാണ്. അപ്പൊ 5 പോയിന്റ്സ്, 5ഉം ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യനുമാണ്. ഇനി നോക്കുക, കേന്ദ്ര ബാങ്ക് കരുതൽ ധനാനുപാതത്തിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരുത്താറുണ്ട്. നമ്മൾ പറയാറുണ്ട് ഇപ്പോഴത്തെ CRR റേഷ്യോ, SLR റേഷ്യോ ഒക്കെ നമ്മൾ എഴുതി പഠിക്കത്തില്ലേ? അതുകൊണ്ട് തന്നെ കേന്ദ്ര ബാങ്ക്, റിസർവ് ബാങ്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് പെർസെന്റേജിൽ മാറ്റം വരുത്തും. തന്മൂലം ബാങ്കുകൾ വായ്പ കൊടുക്കുന്ന അളവിൽ മാറ്റം വരുന്നു. അപ്പൊ അതിനനുസരിച്ച് ബാങ്ക് എത്ര രൂപ കൊടുക്കണം എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കും. ഇത് നിക്ഷേപത്തിൽ മാറ്റം വരുത്തുകയും പണത്തിന്റെ പ്രധാനത്തിന്റെ അളവിൽ മാറ്റം ഉണ്ടാക്കുകയും ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ റിസർവ് ബാങ്ക് കരുതൽ ധനാനുപാതം 25% ആയി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ പണഗുണകത്തിന് എന്ത് മാറ്റം സംഭവിക്കുമെന്ന് ഇവരിങ്ങോട്ട് ചോദിച്ചിരിക്കുക. ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. എപ്പോഴും CRR SLR റേഷ്യോ ഒരുപോലെയല്ല, റിസർവ് ബാങ്ക് ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഇനി എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ? അത് ചോദിക്കാറുണ്ട്. പണത്തിന്റെ പ്രധാനം നിയന്ത്രിക്കുന്ന റിസർവ് ബാങ്കിന്റെ ഒരു ഉപാധിയാണ് എന്ത്? പരസ്യ കമ്പോള നടപടി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ നമ്മൾ പറഞ്ഞു. എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ? പരസ്യ കമ്പോള നടപടി. സർക്കാർ ഇറക്കുന്ന കടപ്പത്രങ്ങൾ തുറന്ന കമ്പോളത്തിൽ വിൽക്കുന്നതിനെയും വാങ്ങുന്നതിനെയും തുറന്ന കമ്പോള നടപടി എന്ന് പറയുന്നു. എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ? ഗവൺമെന്റ് കടപ്പത്രങ്ങൾ ഇറക്കും, ബോണ്ടുകൾ ഇറക്കും. അത് ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുന്ന, വാങ്ങുന്ന പ്രോസസ്സിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ അഥവാ തുറന്ന കമ്പോള നടപടി എന്ന് പറയുന്നത്. ഒന്നുകൂടെ, സർക്കാർ ഇപ്പോഴത്തെ ഗവൺമെന്റ് ബോണ്ടുകൾ ഇറക്കാറുണ്ട്, കടപ്പത്രം. ബോണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും കടപ്പത്രം രണ്ടും ഒന്നാണ്. ഇത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷന് വേണ്ടി, അതായത് തുറന്നു കൊടുക്കാറുണ്ട്, ആൾക്കാർക്ക് വാങ്ങാം വിൽക്കാം, അങ്ങനെയൊക്കെ തുറന്നു കൊടുക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. സർക്കാരിന്റെ ബോണ്ട് നമുക്ക് വാങ്ങാം, ആവശ്യമുള്ളപ്പം വിൽക്കാം, ഇതെല്ലാത്തിനെയും കൂടെ ചേർത്തിട്ടാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഗവൺമെന്റ് അല്ല ഡയറക്റ്റ് ചെയ്യുന്നത്, ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത് ആരായിരിക്കും? കേന്ദ്ര ബാങ്ക് ആയിരിക്കും. റിസർവ് ബാങ്ക് തുറന്ന കമ്പോളത്തിൽ ഗവൺമെന്റിന്റെ കടപ്പത്രം വാങ്ങുകയും പകരം ഇതിന്റെ മൂല്യത്തിന് തുല്യമായ ചെക്ക് നൽകുകയും ചെയ്യും. അപ്പൊ എന്താ ചെയ്യുന്നത്? റിസർവ് ബാങ്ക് ഈ ബോണ്ട് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങും, എന്നിട്ട് ഈ ബോണ്ടിന് കൃത്യമായിട്ടുള്ള ഒരു വാല്യൂ ഇട്ടിട്ട് അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ചെക്ക് തിരിച്ചു കൊടുക്കും. ഈ ചെക്ക് സമ്പദ്ഘടനയിലെ പണം ശേഖരത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ഇത് പണത്തിന്റെ പ്രധാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മൾ ഒറ്റ കാര്യം ആലോചിക്കാം, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്താ? അത് ഗവൺമെന്റ് ഒരു ബോണ്ട് ഇറക്കുന്നു, അല്ലെ, ഒരു കടപ്പത്രം ഇറക്കുന്നു, അത് വിൽക്കാൻ വെക്കുന്നു. വിൽക്കാൻ വെക്കുമ്പം ഗവൺമെന്റിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആരാ ഇത് വാങ്ങിക്കുന്നത്? ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും ഈ ഒരു ബോണ്ടിന് തുല്യമായ ഒരു ചെക്ക് കൊടുത്തിട്ട് ആരിത് വാങ്ങിക്കും? റിസർവ് ബാങ്ക് ഇത് വാങ്ങിക്കും. അപ്പൊ ഈ ചെക്ക് സമ്പദ്ഘടനയിലെ പണം ശേഖരത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പണത്തിന്റെ പ്രധാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഫാക്ടറാണ്. ഇതുപോലെ RBI കടപ്പത്രങ്ങൾ സ്വകാര്യ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ വിൽക്കുമ്പോൾ പണശേഖരത്തിന്റെ അളവ് കുറയുകയും പണത്തിന്റെ പ്രധാനം കുറയുകയും ചെയ്യും. അപ്പൊ RBI ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയിൽ പണശേഖരത്തിന്റെ അളവ് വർദ്ധിക്കുകയും അങ്ങനെ പണത്തിന്റെ പ്രധാനം വർദ്ധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ RBI കടപ്പത്രങ്ങൾ ഒന്നുകിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിക്കോ ഒക്കെ വിൽക്കുവാണെന്ന് വെച്ചോ, ഈ ബോണ്ട്, ആ ബോണ്ട് വിൽക്കുന്ന സമയത്ത് പണശേഖരത്തിന്റെ അളവ് കുറയുകയും പണത്തിന്റെ പ്രധാനം കുറയുകയും ചെയ്യുന്നു. അപ്പൊ ഇത് നോട്ട് ചെയ്ത് കൃത്യമായിട്ട് പഠിക്കുക. ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ, ഈ ഇത്രയും പറഞ്ഞ കാര്യത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. സോ ഇത് ഒഴിവാക്കരുത്. ബാക്കി നോക്കാം. തുറന്ന കമ്പോള നടപടികൾ, ഔട്ട്റൈറ്റ് റിപ്പോ എന്നിങ്ങനെ 2 തരത്തിലുണ്ട്. അപ്പൊ അടുത്ത പോയിന്റ് ആണ്, ഈ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് 2 രീതിയിലുണ്ട്. ഏതൊക്കെയാണത്? ഔട്ട്റൈറ്റും റിപ്പോയും.
നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഔട്ട്റൈറ്റും റിപ്പോ എന്നിങ്ങനെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. അപ്പൊ എന്താ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് ഞാൻ ഒന്നുകൂടെ പറയുന്നു, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗവൺമെന്റിന്റെ കടപ്പത്രങ്ങൾ ഓപ്പൺ മാർക്കറ്റിൽ അവര് വിൽക്കുന്നു. ആരിത് വാങ്ങിക്കുന്നു? RBI വാങ്ങിക്കുന്നു അല്ലെ. ഗവൺമെന്റിനെ കയ്യിൽ നിന്നും ഈ കടപ്പത്രം RBI വാങ്ങിക്കുമ്പോൾ എന്ത് സംഭവിക്കും? എക്കണോമിയില് പണശേഖരത്തിന്റെ അളവ് വർദ്ധിക്കുന്നു അല്ലെ. അങ്ങനെ പണത്തിന്റെ പ്രധാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ RBI കടപ്പത്രങ്ങൾ സ്വകാര്യ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ വിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? പണശേഖരത്തിന്റെ അളവ് കുറയുകയും പണത്തിന്റെ പ്രധാനം എക്കണോമിയിൽ കുറയുകയും ചെയ്യുന്നു. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി ഈ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ പ്രധാനമായിട്ടും രണ്ട് രീതിയിലുണ്ട്. എങ്ങനെയാണത്? രണ്ട് തരമാണ്, ഔട്ട്റൈറ്റും റിപ്പോ. അത് നോക്കാം. ഔട്ട്റൈറ്റ് വഴിയുള്ള തുറന്ന കമ്പോള നടപടികൾക്ക് സ്ഥിര സ്വഭാവമാണുള്ളത്. കേന്ദ്ര ബാങ്ക് കടപ്പത്രങ്ങൾ, ഈ കടപ്പത്രം മീൻസ് സെക്യൂരിറ്റി ആണ് കേട്ടോ. കടപ്പത്രങ്ങൾ, സെക്യൂരിറ്റികൾ വാങ്ങുമ്പോൾ പണം സമ്പദ്ഘടനയിലേക്ക് എത്തുന്നു. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ പറയുകയാണ്. കേന്ദ്ര ബാങ്ക് ഈ ബോണ്ട് അഥവാ സെക്യൂരിറ്റി വാങ്ങുമ്പം പണം സമ്പദ്ഘടനയിലേക്ക് എത്തുക ചെയ്യുന്നത്. പിന്നീട് ഇത് തിരികെ വിൽക്കുമെന്ന വാഗ്ദാനമൊന്നും പറയത്തില്ല. അതുപോലെ കേന്ദ്ര ബാങ്ക് ഈ സെക്യൂരിറ്റികൾ വിൽക്കുമ്പം പണം സമ്പദ്ഘടനയിൽ നിന്നും പിൻവലിക്കും അല്ലെ. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? പിന്നീട് വാങ്ങുമെന്ന് ഒരു ഉറപ്പും പറയത്തുമില്ല. അതുകൊണ്ട് തന്നെ പണം സമ്പദ്ഘടനയിൽ എത്തിക്കുകയോ പിൻവലിക്കുകയോ ചെയ്താൽ ഇത് സ്ഥിരമായിരിക്കും. എന്നാൽ മറ്റൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടാവാറുണ്ട്. ഇതിൽ കേന്ദ്ര ബാങ്ക് ഒരു സെക്യൂരിറ്റി വാങ്ങുമ്പോൾ ഇത് വീണ്ടും വിൽക്കുന്നതിന്റെ വിലയും തീയതിയും മുൻകൂട്ടി വാങ്ങൽ കരാറിൽ സൂചിപ്പിച്ചിരിക്കും. ഇത്തരം കരാറുകളെ റീപർച്ചേസ് എഗ്രിമെന്റ് അഥവാ പുനർവിൽപ്പന കരാർ അഥവാ റിപ്പോ എന്ന് പറയുന്നു. ഒന്നും കൂടെ പറയാം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാരഗ്രാഫ് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. സോ അതിന്റെ വാല്യൂ കൊടുത്ത് നിങ്ങളൊന്ന് കേൾക്കുക. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിൽ രണ്ട് തരമുണ്ട്, ഔട്ട്റൈറ്റും റിപ്പോയും. നമ്മൾ പറഞ്ഞു ഔട്ട്റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിര സ്വഭാവമുള്ളതാണെന്ന് പറഞ്ഞു. ഇപ്പൊ കേന്ദ്ര ബാങ്ക് സെക്യൂരിറ്റി അഥവാ കടപ്പത്രം ഗവൺമെന്റ് എന്ന് വാങ്ങുമ്പോൾ പണം സമ്പദ്ഘടനയിലേക്ക് എത്തും, അത് നമ്മൾ ഉറപ്പിച്ചു. പിന്നീട് ഇത് തിരികെ ഞങ്ങൾ വിൽക്കാം എന്നുള്ള ഒരു വാഗ്ദാനം ഈ വാങ്ങുമ്പോൾ പറയത്തില്ല. അതുപോലെ തന്നെ കേന്ദ്ര ബാങ്ക് ഈ സെക്യൂരിറ്റി വിൽക്കുമ്പോൾ ഈ വന്ന പൈസ സമ്പദ്ഘടനയിൽ നിന്നും പിൻവലിക്കപ്പെടുന്നു. അതായത് സമ്പദ്ഘടനയിൽ പണത്തിന്റെ പ്രധാനം കുറയും ഇത് വിൽക്കുമ്പോൾ, ഈ സെക്യൂരിറ്റി വിൽക്കുമ്പോൾ. പിന്നീട് വാങ്ങുമെന്നിട്ട് നമ്മൾ ആ സമയത്ത് ഉറപ്പൊന്നും പറയത്തില്ല വിൽക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ പണം സമ്പദ്ഘടനയിൽ എത്തിക്കുകയോ പിൻവലിക്കുകയോ ചെയ്താൽ ഇത് സ്ഥിരമായിരിക്കും. ഒന്നുകിൽ വാങ്ങുമ്പം അത് സ്ഥിരമാണ്, വാങ്ങി വിൽക്കുമ്പം അതും സ്ഥിരമാണ്. ഇനി വേറൊരു തരമുണ്ട്. ഇപ്പം കേന്ദ്ര ബാങ്ക് ഒരു സെക്യൂരിറ്റി വാങ്ങുന്നു. ആ സമയത്ത് ഇപ്പം 100 രൂപയുടെ ഒരു സാധനമായിരുന്നു, ഞങ്ങൾ 98 രൂപയ്ക്ക് ഇത് വാങ്ങിക്കുവാണ്. അപ്പം ഈ 98 രൂപയ്ക്ക് വാങ്ങിച്ചാൽ ഞങ്ങള് വിൽക്കുന്നതിന്റെ വിലയും തീയതിയും, ഞങ്ങളിപ്പം മെയ് 31 തീയതി വാങ്ങിച്ചു, ഞങ്ങൾ ചിലപ്പം വിൽക്കാൻ പോകുന്നത് സെപ്റ്റംബർ 20 ഞാൻ വിൽക്കാൻ പോകുന്നത്. വിൽക്കാൻ പോകുമ്പോൾ എത്ര രൂപയ്ക്ക് വിൽക്കും? 98 രൂപയ്ക്ക് വാങ്ങിച്ച ഈ സാധനം ഞാൻ 100 രൂപയ്ക്കാണ് സെപ്റ്റംബർ 21 വിൽക്കാൻ പോകുന്നത് എന്ന് ഈ വാങ്ങിക്കുമ്പോൾ ഉള്ള കരാറിൽ എഴുതും. ഇത്തരത്തിലുള്ള കരാറുകളെ റീപർച്ചേസ് എഗ്രിമെന്റ്, പുനർവിൽപ്പന കരാർ എന്ന് വിളിക്കും. അതായത് റിപ്പോ എന്ന് വിളിക്കുന്നു. ഇതിനായി നൽകുന്ന പലിശ നിരക്കിനെയാണ് നമ്മൾ റിപ്പോ നിരക്ക്, റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇതേപോലെ സെക്യൂരിറ്റികളുടെ ഔട്ട്റേറ്റ് വിൽപ്പനയ്ക്ക് പകരം കേന്ദ്ര ബാങ്ക് തിരിച്ചു വാങ്ങാനുള്ള തീയതിയും വിലയും സൂചിപ്പിക്കുന്ന ഒരു കരാറിലൂടെ സെക്യൂരിറ്റി വിൽക്കുന്നു. ഇത്തരം കരാറുകൾ റിവേഴ്സ് പർച്ചേസ് അല്ലെങ്കിൽ റിവേഴ്സ് പർച്ചേസ് എഗ്രിമെന്റ്, വിപരീത വാങ്ങൽ കരാർ അഥവാ റിവേഴ്സ് റിപ്പോ എന്നറിയപ്പെടുന്നു. അപ്പൊ ഒന്നുകൂടെ നോക്കാം. കരാറിൽ നമ്മൾ ആദ്യം പറഞ്ഞു ഒരു രീതിയിലും എപ്പ വിൽക്കുമെന്നോ വാങ്ങുമെന്നോ ഒന്നും പറയാത്തൊരു മെത്തേഡും ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ സെക്യൂരിറ്റി വാങ്ങുന്ന സമയത്ത്, അതായത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിൽ ഗവൺമെന്റ് സെക്യൂരിറ്റി വാങ്ങുന്ന സമയത്ത് ഒരു കരാറുണ്ട്. ആ കരാറിൽ വാങ്ങിയത് ഇപ്പൊ 98 രൂപയ്ക്കാണെങ്കിൽ ഞങ്ങൾ ഈ ഡേറ്റിന് 100 അല്ലെങ്കിൽ 101 രൂപയ്ക്ക് ഇത് വിൽക്കും എന്ന് കരാറിൽ മുൻകൂട്ടി എഴുതി വാങ്ങിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിപ്പോ എന്ന് വിളിക്കുന്നത്. റിപ്പോ അതായത് പുനർവിൽപ്പന കരാറ്, റീപർച്ചേസ് എഗ്രിമെന്റ്. ആ ഒരു റേറ്റിനെ നമ്മൾ റിപ്പോ റേറ്റ് എന്ന് വിളിക്കും, റിപ്പോ നിരക്ക്. ഇതുപോലെ തന്നെ സെക്യൂരിറ്റികളുടെ ഔട്ട്റേറ്റ് വിൽപ്പനയ്ക്ക് പകരമായിട്ട് കേന്ദ്ര ബാങ്ക് തിരിച്ചു വാങ്ങാനുള്ള തീയതിയും വിലയും സൂചിപ്പിക്കുന്നു. കേന്ദ്ര ബാങ്ക് തിരിച്ചു വാങ്ങാനുള്ള, വിറ്റ സാധനം തിരിച്ചു വാങ്ങാനുള്ള വിലയും തീയതിയും സൂചിപ്പിക്കുന്ന ഒരു കരാറിലൂടെ സെക്യൂരിറ്റി വിൽക്കാറുണ്ട്. അപ്പൊ നമ്മൾ കേന്ദ്ര ബാങ്ക് ആദ്യം ചെയ്ത കാര്യം എന്താണ്? വാങ്ങിച്ച സമയത്ത് എന്താ ചെയ്തത്? അതായത് നമ്മൾ റീപർച്ചേസ് എഗ്രിമെന്റ് ഒപ്പിട്ടതിന് ശേഷം ഇന്ന സമയത്ത് ഞങ്ങൾ വിൽക്കും എന്ന് പറയുന്നു.
അതാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ തിരിച്ചു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതേപോലെ സെക്യൂരിറ്റികളുടെ ഔട്ട്റേറ്റ് വിൽപ്പനയ്ക്ക് പകരമായിട്ട് കേന്ദ്ര ബാങ്ക് തിരിച്ചു വാങ്ങിക്കുമ്പോൾ, വിൽക്കുമ്പോഴല്ല, വാങ്ങിക്കാനുള്ള തീയതിയും വിലയും സൂചിപ്പിക്കുന്നത് ഒരു കരാറിലൂടെ സെക്യൂരിറ്റിയെ വിൽക്കാറുണ്ട്. ഇത്തരം കരാറിനെയാണ് റിവേഴ്സ് പർച്ചേസ് എഗ്രിമെന്റ് അഥവാ റിവേഴ്സ് റിപ്പോ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് അങ്ങ് ഉറക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൺസെപ്റ്റ് ഉറക്കാതെ കാണാതെ പഠിച്ചുകൊണ്ട് പോയാൽ ഇത് എഴുതാൻ പറ്റില്ല. അവര് ചിലപ്പോൾ മാറിയും തിരിച്ചും ഒക്കെ ഇനി മുന്നോട്ടുള്ള പരീക്ഷയ്ക്ക് ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ, റിവേഴ്സ് റിപ്പോ വ്യവഹാരങ്ങൾ വിവിധ കാലാവധികളിൽ നടത്താറുണ്ട്. ഒരു രാത്രി, 7 ദിവസം, 14 ദിവസം എന്നിങ്ങനെ ഇത്തരം പ്രവർത്തനങ്ങൾ റിസർവ് ബാങ്കിന്റെ പണനയത്തിന്റെ പ്രധാന ഉപാധികളാണ്. അപ്പൊ ഇതിന്റെ ആ ഒരു ഡേറ്റിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഒരു ദിവസത്തേക്ക് ചെയ്യാറുണ്ട് ഇത്, ഒരു രാത്രിയിലത്തേക്ക് ഈ ഒരു രീതിയിൽ നടത്താറുണ്ട്, 7 ദിവസത്തേക്ക്, 14 ദിവസത്തേക്ക്, അങ്ങനെ ഇത് കൊടുക്കാറുണ്ട്. ഈ ഒരു ഉപാധി ഉപയോഗിക്കാറുണ്ട്. അപ്പൊ വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്ന നിരക്കിൽ മാറ്റം വരുത്തിക്കൊണ്ട് റിസർവ് ബാങ്കിന്റെ പണത്തിന്റെ പ്രധാനത്തെ സ്വാധീനിക്കാൻ കഴിയും. ഇന്ത്യയിൽ ഇത് ബാങ്ക് റേറ്റ് എന്നറിയപ്പെടുന്നു. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇപ്പം ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ. വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്ന നിരക്കുകളില് മാറ്റം വരുത്തിക്കൊണ്ട് റിസർവ് ബാങ്കിന് പണത്തിന്റെ പ്രധാനത്തെ സ്വാധീനിക്കാൻ കഴിയും. വാണിജ്യ ബാങ്കിന് വായ്പ നൽകുന്നു. ആര് നൽകും? റിസർവ് ബാങ്ക് നൽകും. ആ റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കിന് വായ്പ കൊടുക്കുമ്പോൾ അവര് തിരിച്ചെന്ത് കൊടുക്കണം? ഒരു പലിശ കൊടുക്കണ്ടേ? അതിന്റെ ആ ഒരു റേറ്റ് ആണ് എന്ത് പറയുന്നത്? ബാങ്ക് റേറ്റ് എന്ന് വിളിക്കുന്നത്. ബാങ്ക് നിരക്ക് വർദ്ധിപ്പിക്കുന്നതിലൂടെ വാണിജ്യ ബാങ്കുകളുടെ വായ്പകൾ കൂടുതൽ ചെലവേറിയതാവുന്നു. ഒന്നുകൂടെ പറയും, ബാങ്ക് റേറ്റ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും എഴുതുന്നത് ബാങ്ക് മറ്റുള്ളവർക്ക് പലിശയ്ക്ക് കടം കൊടുക്കാറുണ്ട്, അല്ലെ, ലോൺ കൊടുക്കും, അപ്പൊ അവര് തിരിച്ചടക്കേണ്ട പൈസ എന്നൊക്കെ ചിലരൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്ന നിരക്കുകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് റിസർവ് ബാങ്ക് ചെയ്യുക. അതായത് റിസർവ് ബാങ്കിന് വാണിജ്യ, ഇപ്പൊ SBIക്ക് കുറച്ച് കാശ് വേണം, ഒരു 2 കോടി രൂപ വേണം വായ്പ കൊടുക്കാൻ. 2 കോടി രൂപ ആര് കൊടുക്കും? റിസർവ് ബാങ്ക് കൊടുക്കും. റിസർവ് ബാങ്ക് 2 കോടി രൂപ കൊടുക്കുമ്പോൾ ഈ SBI തിരിച്ചെന്ത് കൊടുക്കണം? ഒരു പലിശ കൊടുക്കണ്ടേ ഈ 2 കോടിക്ക്? അപ്പൊ ആ പലിശയാണ് ഈ ബാങ്ക് റേറ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ബാങ്ക് നിരക്ക് വർദ്ധിപ്പിക്കുന്നതിലൂടെ വാണിജ്യ ബാങ്കുകളുടെ വായ്പകൾ കൂടുതൽ ചെലവേറിയതാവുന്നു. അത് അവയുടെ കരുതൽ ശേഖരങ്ങൾ കുറയ്ക്കുകയും പണത്തിന്റെ പ്രദാനം കുറയ്ക്കുകയും ചെയ്യുന്നു. ബാങ്ക് നിരക്ക് കുറയുമ്പം പണത്തിന്റെ പ്രദാനം കൂടുന്നു, അല്ലെ? ബാങ്ക് റേറ്റ് കുറയുമ്പം, റിസർവ് ബാങ്കിന് ഈ വാണിജ്യ ബാങ്ക് കൊടുക്കേണ്ട ആ ഒരു റേറ്റ് കുറയുമ്പം എക്കണോമിയിലെ പണത്തിന്റെ പ്രദാനം കൂടുന്നു. ഈ പറഞ്ഞതെല്ലാം തന്നെ, ഈ ഒരു ഇത്രയും കാര്യങ്ങൾ മൊത്തം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ് മൊത്തത്തിൽ തീർക്കാന്ന് വിചാരിച്ചത്. പക്ഷെ ഇത്രയും സെന്റൻസ് പറഞ്ഞിട്ട് നിർത്തുകയാണ്. നിങ്ങൾ ഇതിന്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ചോദിക്കാം. അതിനുശേഷം മാത്രമേ ഞാൻ ബാക്കി പറയുന്നുള്ളൂ. ബാക്കി കുറച്ചേറെ കാര്യങ്ങളുണ്ട്, അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഇവിടെ കൊണ്ട് നിർത്തുന്നത്. ഈ ഇത്രയും ഒരു പാരഗ്രാഫേ ഉള്ളെങ്കിൽ തന്നെ ഇതിനകത്തും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്ന ഒരു മേഖലയാണിത്. അതുകൊണ്ട് തന്നെ ഇത് കൺസെപ്റ്റ് ക്ലിയർ ആയോ ഇല്ലയോ എന്ന് നിങ്ങൾ താഴെ പറയുക. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.